സെലിബ്രിറ്റീസ് എമ്പുരാൻ ഏകദേശം ഒരു 1.5 മന്തിന് ശേഷമാണ് ഞാൻ തിയേറ്ററിന്റെ പടി ചാട്ടുന്നത്. അങ്ങനെ കാണാൻ മാത്രമുള്ള റിലീസുകളൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ നല്ല കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഈ മൂവിക്ക്. പിന്നെ പേഴ്സണലി ഈ പടത്തിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻസ് ഒക്കെ വളരെ ഹൈ ആയിരുന്നു എനിക്ക്. ബട്ട് സാഡ്ലി ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. അതും ലൂസിഫർ എന്നൊരു ഐക്കോണിക് ക്ലാസിക് ഐറ്റത്തിന്റെ സ്വീക്കൽ എന്ന രീതിക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ വളരെ ഭയങ്കരമായിട്ടുള്ള ഡിസപ്പോയിന്റ്മെന്റ് ആണ് പേഴ്സണലി എനിക്ക് കിട്ടിയത്. പേഴ്സണലി എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു ഈ മൂവിനെ പറ്റിയിട്ട്. നമ്മുടെ ലാലേട്ടന്റെ ഒരു മാസ് കംബാക്ക് തന്നെയാണ് ഈ മൂവിലൂടെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ആൻഡ് സത്യം പറഞ്ഞ പൃഥ്വിരാജ് എന്ന ഡയറക്ടറിലുള്ള ഒരു ട്രസ്റ്റും പോയി കിട്ടിയിട്ടുണ്ട്. സംഗതി ഒരു ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയ മൂവി ആയിരിക്കാം. ആ ഒരു ക്വാളിറ്റി, ആ ഒരു റിച്ച്നെസ് ആ ഫ്രെയിമിൽ കാണാനുണ്ട്. അത്രയ്ക്ക് റിച്ച്നെസ് ആയിരുന്നു പടത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. ബട്ട് ദ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഒരു ഹോളിവുഡ് വാല്യൂവില് ഒരു തെലുങ്ക് മാസ് മസാല പടം കണ്ടാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പേഴ്സണലി ഇതിൽ കിട്ടിയത്. ഒരു ഗൂസ് ബംസ് മൊമെന്റ്സ് ഒക്കെ വരണ്ടായി. മൊത്തത്തിൽ ഈ മൂവിയിൽ അത് ഭയങ്കരമായിട്ട് മിസ്സിംഗ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഒരു മലക്കൊട്ട വാലിബൻ പോലെ ബറോസ് പോലെ അൺസൈക്കബിൾ ഐറ്റം അല്ല ഇത്. ആ ഒരു ഗ്രാൻഡ് വിഷ്വൽസിനൊക്കെ തന്നെ ഒരു തിയേറ്ററുകൾ വാച്ച് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതൊക്കെ തന്നെ ഈ മൂവിയിലുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞത് തികച്ചും എന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ആൻഡ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് വന്ന് അഭിപ്രായം പറയാം.